നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കിയ മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ജോലി നൽകുന്നതിനെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ സർക്കാർ സഹായിക്കേണ്ടതല്ലേ എന്നും ചോദിച്ച കോടതിയിൽ രാഷ്ട്രീയം കളിക്കരുതെന്നും ശക്തമായി മുന്നറിയിപ്പ് നൽകി. പൊതു താൽപര്യ ഹർജിയിലൂടെ ഇത്തരത്തിലൂടെ നിയമനങ്ങളും ചോദ്യം ചെയ്യാനാകില്ല എന്ന് തമിഴ്നാട് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സഹാനുഭൂതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് ആർട്ടിക്കിൾ 14, 16 എന്നിവയുടെ ലംഘനമാണ് എന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ വിലയിരുത്തൽ. ഭരണഘടനാപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാത്രമേ ഒഴിവുകൾ നികത്താനാകൂ എന്നും പകരം കുടുംബാംഗങ്ങൾക്ക് സംരംഭകത്വ പരിശീലനം നൽകണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഭരണഘടനയുടെ 162 അനുച്ഛേദ പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഉത്തരവിറക്കിയത് എന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും ആ അധികാരങ്ങൾ ഭരണഘടനാ പരിധിക്കുള്ളിലായിരിക്കണമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ വിധിക്കെതിരെയാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതങ്ങളിൽ സർക്കാരിന്റെ മാനുഷിക പരിഗണനയോട് ഇടപെടാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന വാദത്തിനാണ് പരമോന്നത കോടതിയിൽ പ്രാധാന്യം ലഭിച്ചത്. ദുരന്ത ബാധിതരായ കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ്.